ഗോമാതാവിന് മാത്രമല്ല ഗോപിതാവിനും അവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തന്ന വി എസിന് മക്കളുടെ പേരിൽ ഒരു നന്ദി അറിയിക്കട്ടെ. മാതാവിനും പിതാവിനും മാത്രമല്ല എരുമ, ആട്, കോഴി തുടങ്ങിയ ബന്ധുക്കളുടെ കാര്യവും കൂടി പരിഗണിക്കപ്പെടാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരുമെന്ന പ്രത്യാശയോടെ തുടങ്ങട്ടെ. സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഗോതയിൽ വി എസ് ഇറങ്ങിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളിക്ക് ചെറിയ അവധി അനുവദിച്ച വി എസ് മോദിജിയുടെ കോളറിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. വിദേശ ബാങ്കിൽ നിന്ന് പിടികൂടുന്ന പണം നാട്ടുകാർക്ക് വീതിച്ച് നൽകുമെന്ന് പറഞ്ഞ മോദിജിയെ പിന്നീട് നാട്ടുകാർക്ക് കാണാനേ കിട്ടിയിട്ടില്ലത്രേ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. 1 മാസമല്ല, 2 മാസമല്ല, 3 മാസമല്ല, 6 മാസമല്ല, കൊല്ലം പിന്നിട്ടു. ഞാൻ പങ്കെടുക്കുന്ന പൊതുയോഗത്തിലെ സാധാരണ ജനങ്ങളോട് ചോദിക്കാറുണ്ട്, സുഹൃത്തുക്കളെ, നിങ്ങൾ ബാങ്ക് നിക്ഷേപം തുടങ്ങിയോ? 15 ലക്ഷം പോയിട്ട് 5 കാശെങ്കിലും നിങ്ങൾക്ക് ഈ 1.5 കൊല്ലത്തിനിടയിൽ ലഭിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിയെ ചെറിയ ആളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇപ്പൊ ഇന്ത്യയിലുണ്ടോ? ഇല്ല, ഇല്ല. ഇന്ത്യയിൽ ഇപ്പൊ നിൽക്കാൻ പാടില്ല, കഴിയില്ല. കാരണം ജനങ്ങൾ ചോദിക്കും, എവിടെ എവിടെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം. നാടിന്റെ വികസനത്തെ കുറിച്ച് പഠിക്കാൻ മോദിജി വിദേശത്തേക്ക് പോകുന്നതിനെ ദുഷ്ടലാക്കോടെയാണ് ഈ വി എസ് കാണുന്നത്. നരേന്ദ്രമോദി ലോക പര്യടനത്തിന് പോയിരിക്കുക. റഷ്യ, ചൈന, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിങ്ങനെ പോകുന്നു നരേന്ദ്രമോദിയുടെ യാത്ര. അപ്പൊ ഉത്തരം പറയണ്ടല്ലോ. സംഘപരിവാറുകാരുടെ സ്വത്വ പ്രതിസന്ധി പരിഹരിക്കാതെ വിടില്ലെന്ന നിലപാടിലാണ് വി എസ്. കാളയെ അച്ഛനായി അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് വി എസിന്റെ അഭിപ്രായം. അവർ പറയുന്നത് പശു നമ്മുടെ അമ്മയാണ്, പശുവിനെ കൊല്ലുന്നതും ഇറച്ചി തിന്നുന്നതും എല്ലാം മഹാപാപമാണ് എന്നാണ്. സുഹൃത്തുക്കളെ, പശുവിന്റെ ഭർത്താവാരാണ്? കാള. കാള കാളയാണല്ലോ ഇണചേരുകയും പിന്നെ പശു പ്രസവിക്കുകയും ചെയ്യുന്നത്. ആ കാളയാരാണ്? RSSകാരന്റെ തന്തയാണോ? RSSകാരന്റെ തന്തയാണോ? പക്ഷേ ഈ അമ്മയെ മൂക്ക് കയറിടുന്നതിന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 2 ആള് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന് മൂക്കിൽ കയറിട്ടിട്ടല്ലേ ആ പശുവിനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. അമ്മമാരെ ഇങ്ങനെ വെച്ചു വളർത്തുന്ന അമ്മമാരെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഈ RSSകാർ പറയുന്ന പോലാണോ വസ്തുത? സംഘപരിവാറിന്റെ സ്വത്വ കൺഫ്യൂഷൻ അവിടെ നിൽക്കട്ടെ. ഇങ്ങ് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ വോട്ടർമാരെ ആകെ കൺഫ്യൂഷൻ അടിപ്പിക്കുകയാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികളിൽ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് നേതാക്കൾക്ക് പോലും അറിയാത്ത അവസ്ഥ. എന്നാൽ വിമതശല്യം പരിഹരിച്ചു എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അത് അതിലും വലിയ കൺഫ്യൂഷൻ അല്ല. പൊതുവേ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി തൃപ്തികരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും ഈ വിമത സ്ഥാനാർത്ഥികൾക്ക് ഒരു അവസരം കൂടി കൊടുത്തതിന് പല സ്ഥലങ്ങളിലും നല്ല ഫലമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട്ട് പ്രധാനമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തെ റബലായി കൊടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ പിൻവലിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ സ്ഥിതിഗതികളും വിലയിരുത്തുകയുണ്ടായി. അവിടെ നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചില സ്ഥലങ്ങളിൽ യോജിച്ച മത്സരത്തിലല്ല ഘടകകക്ഷികൾ. അത്തരം സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിശ്ചയിച്ച നടപടിക്രമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ആട് ആന്റണിക്ക് പിന്നാലെ ഒരു കള്ളൻ കൂടി വലയിലായി. കള്ളൻ എന്ന് പറഞ്ഞാൽ ചില മന്ത്രിമാർ കക്കുന്നതിനേക്കാൾ വൈദഗ്ധ്യത്തോടെ കോടികൾ കക്കാൻ പഠിച്ച ഒരു ഉഗ്രൻ കള്ളൻ. പോലീസുകാർ തന്നെ പറയും ആ കള്ളൻ്റെ കഥ. പ്രസ് മീറ്റ് വിളിക്കാനുള്ള മെയിൻ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തിരുവനന്തപുരം ജില്ലയിലും അതേപോലെ തിരുവനന്തപുരത്തിന് ബോർഡറിംഗ് ആയിട്ടുള്ള കൊല്ലം ജില്ലയിലും
ഈവൻ പത്തനംതിട്ട ജില്ലയിൽ പോലും ഈ ഭവനഭേദം നടത്തി സ്വർണം മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവ്. അയാളെ പേര്, അയാൾ മംഗലപുരത്ത് ഉള്ള വ്യക്തിയാണ്, രമേശൻ എന്നാണ് പേര്. ഇയാളുടെ ഒരു മോഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മോഷ്ടാക്കളെ പോലെ നടന്നു പോവുകയോ മറ്റൊന്നും ചെയ്യാതെ ഇയാൾ ഒരു നാടക വണ്ടി, ഒരു ടെമ്പോ, ഒരു നാടക വണ്ടിയിൽ പോയിട്ട് വണ്ടി വളരെയധികം ദൂരെ, ഒരു ഏകദേശം 1-2 കിലോമീറ്റർ 3 കിലോമീറ്ററിനൊക്കെ റേഡിയസിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇയാൾക്കൊരു ഡ്രൈവറുണ്ട്. പോയി ഇയാൾ വീട്ടിനകത്ത് കയറി സ്വർണ്ണമാണ് മോഷ്ടിക്കുക. ആൾക്കാർ കിടന്നുറങ്ങുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിന്ന് വല്ലതും പതുക്കെ അത് കട്ട് ചെയ്തെടുക്കും. ഈ തുണി വെള്ളം നനച്ചിട്ട് ലാസ്റ്റ് വീട്ടിൽ കൊണ്ടിടും. അപ്പം ഈ തുണി വെച്ചും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ഇയാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യില്ല. അപ്പം ഇതാണ് ഇയാളുടെ ഒരു മോഡസ് ഓപ്പറandi. മോഷണത്തിൽ കള്ളന്മാരുടെ സ്റ്റാൻഡേർഡ് ചില മന്ത്രിമാരുടേതിനോളം ഉയർന്നിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു ഈ കള്ളൻ. ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് തന്നെ ഉദാഹരണം. 100-ലധികം മോഷണം ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാൾക്ക് 2-2.5 കോടിയുടെ പരം ആസ്തി വരുന്ന ഒരു ചിട്ടിയിൽ ഇയാൾ ചേർന്നിട്ടുണ്ട്. 10-17 ചിട്ടിയുണ്ട് KSF. ഈ കിട്ടുന്ന സ്വർണം ഉടനെ കൊണ്ടുവന്ന് കൊടുത്ത് അതിനെ വിറ്റ് ആ പൈസ കൊണ്ട് മാസം 4-5 ലക്ഷം രൂപ വരെ ചിട്ടി കിടക്കുന്നു. പിന്നെ സ്ഥലം, പ്രോപ്പർട്ടി വാങ്ങിച്ചിടുക, പിന്നെ കുറച്ച് പൈസ ബാങ്കിലിടുക, പിന്നെ കുറച്ച് സ്വർണം എമർജൻസി എടുക്കാൻ വേണ്ടി കുഴിച്ചിടുക. ഇത്തരത്തിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുള്ളൊരു കള്ളനാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ എവിടെയെങ്കിലും പോയി 1-2-3 ഒരു ചെറിയൊരു മോഷണം നടത്തി താൽക്കാലിക ജീവിതമല്ല, ഫ്യൂച്ചറും കൂടെ കരുതിയുള്ള ഒരു മുന്നോട്ട് പോകുന്നതാണ്. ഈ പറയുന്ന ഒരു ആഡ് ആൻ്റണി എന്ന് പറയുന്നത്, ആഡ് ആൻ്റണി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോവുക. ആഡ് ആൻ്റണി ഞങ്ങളുടെ പോലീസുകാരനെ കൊന്നതുകൊണ്ട് അയാൾ നോട്ടോറിയസായി. പക്ഷെ ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വ്യാപകമായി മോഷണം നടത്തി. പോലീസിന്റെ വക മാധ്യമപ്രവർത്തകർക്ക് ഒരു ഉപദേശം, അല്ലെങ്കിൽ ഭീഷണി. ഈ കള്ളനെ പുറത്തുവിട്ടാൽ എന്താണ് ഉണ്ടാവുക എന്ന് കേട്ടോളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് 2 ലൈൻ എക്സ്ട്രാ എഴുതിയാൽ ഒരു സമാധാനം വരുമായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത്, രാത്രി കയറുമ്പോൾ മാധ്യമപ്രവർത്തകൻ്റെ വീടാണോ പോലീസുകാരൻ്റെ വീടാണോ ഒന്നും നോക്കിയിട്ടല്ല കയറുന്നത്. അപ്പം ഇനി ഇറക്കി വിട്ടാൽ, ജാമ്യം കിട്ടി ഇറങ്ങി വന്നാൽ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കാരുടെ വീട്ടിലോ ഒക്കെ കയറും. കേരളത്തിൽ ഒരു പാർട്ടി ഉണ്ടായാൽ അത് ഒരിക്കലെങ്കിലും പിരിയണമെന്നത് നാട്ടുനടപ്പാണ്. ഈർക്കിലി പാർട്ടികളാണെങ്കിൽ പിരിയലിൻ്റെ എണ്ണവും കൂടും. കേരളത്തിൽ ആം ആദ്മിയുടെ പേരിൽ ഉണ്ടായ പാർട്ടിയും പിരിഞ്ഞിട്ടുണ്ടത്രേ. നമ്മളാരും അറിഞ്ഞില്ലെന്ന് മാത്രം. പിന്നെ ഈ പിരിഞ്ഞ വിഭാഗം ഇത്തവണ BJPയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പോവുകയാണത്രേ. ഈശ്വര, നാളെ ഇവരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവും ചോദിച്ചു വരുമോ എന്നാണിപ്പോൾ BJP നേതാക്കളുടെ പേടി. ആം ആദ്മി ഡെമോക്രാറ്റിക് പിന്തുണ BJPക്ക്. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ തൻ്റെ പാർട്ടിയുടെ പ്രവർത്തന പരാജയം പരസ്യമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതിനെ തുടർന്ന് സംജാതമായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആം ആദ്മി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു. 2012 നവംബർ 26 ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ സംസ്ഥാന ഘടകം പ്രവർത്തിക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനം 3 വർഷക്കാലം പരാജയമാണ്. കാരണം സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പാർട്ടി ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു പാർട്ടി സെറ്റപ്പ് കെട്ടിപ്പടുക്കുന്ന വിഷയത്തിൽ കേരള ഘടകം പരാജയപ്പെട്ടു. ദേശീയ സ്ഥാപക അംഗങ്ങളായ ഞങ്ങൾ ദേശീയ സ്ഥാപക അംഗങ്ങളാണ് പാർട്ടിയുടെ. ഞങ്ങൾ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ ആം ആദ്മി പാർട്ടി കേരള ഘടകത്തിനോട് പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ 2014 ഫെബ്രുവരിയിൽ ഡെമോക്രാറ്റിക് വിങ്ങായിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം ഇതിനകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ, ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ആവശ്യം വേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ, ആഭ്യന്തര ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം, ആ ഉൾപാർട്ടി ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2014 ഫെബ്രുവരി 25 ഞങ്ങൾ ആം ആദ്മി ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഈ ഡെമോക്രാറ്റിക്കിന് ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്ന ഇതേ ആവശ്യങ്ങൾ ഉയർത്തുന്ന
നിരവധി മെമ്പർമാർ കേരളത്തിലുടനീളമുണ്ട്, എല്ലാ ജില്ലകളിലുമുണ്ട്. അപ്പോൾ ഇവരെ വോട്ട് ഞങ്ങൾ BJPക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സമിതി. രാജ്യം മുഴുവൻ ബീഫിൻ്റെ പേരിൽ കൊല നടത്തുന്ന ആളുകളുമായി എങ്ങനെ കൂട്ടുകൂടുന്നുവെന്ന് ഏതോ ഒരു കൊനിഷ്ഠ പിടിച്ച മാധ്യമക്കാരൻ ചോദിച്ചു കളഞ്ഞു. ഉത്തരം കേൾക്കുക. ഇന്ത്യ രാജ്യത്ത് 125 കോടി ജനങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയാവും. പക്ഷേ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം കൊല ചെയ്യപ്പെടുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിലും നമുക്ക് കാണാം. അതൊന്നും നമുക്ക് വിഷയമില്ല. 125 കോടി ജനങ്ങളുള്ള ഇത്രയും വലിയ മതേതര ജനാധിപത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ആഗോള പ്രശ്നമായിട്ട് ഉയർത്തുന്നത് നമ്മുടെ ഒരു പരാജയമാണ്.